കാസർഗോഡ് പോലീസ് ഉദ്യോഗസ്ഥനുൾപ്പെടെ നിരവധി പേരെ ഹണി ട്രാപ്പിൽ കുടുക്കിയ യുവതി. അവർ നടത്തിയത് വലിയ രീതിയിലുള്ള തട്ടിപ്പാണ്, വലിയ രീതിയിലുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടുതലായി പുറത്തുവരുന്നു. ചെമ്മനാട് കൊമ്പനടുക്കം സ്വദേശി ശ്രുതി ചന്ദ്രശേഖരൻ പലരിൽ നിന്നായി തട്ടിയെടുത്തത് ലക്ഷങ്ങളാണ് എന്നാണ് ഈ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. പണം തിരികെ ചോദിച്ച പോലീസ് ഉദ്യോഗസ്ഥനുൾപ്പെടെ 2 പേരെ പീഡനക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കുന്ന നിലയും ഉണ്ടായി. കാസർഗോഡ് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തതോടെ ഒളിവിൽ പോയ ശ്രുതി ചന്ദ്രശേഖരനായി പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ കേസിൽ തെളിയാനുണ്ട്. കേസ് ഡയറി പരിശോധിക്കാൻ പോകുന്നത് ആദ്യമാ റിപ്പോർട്ടാണ്. റിപ്പോർട്ടിലേക്ക് പുല്ലൂർ പെരിയ സ്വദേശിയായ യുവാവിനെതിരെ മംഗലാപുരത്ത് പീഡനക്കേസ് നൽകി ജയിലിലടച്ചതോടെയാണ് ശ്രുതി ചന്ദ്രശേഖരനെതിരെയുള്ള തട്ടിപ്പ് വിവരങ്ങൾ പുറത്തുവരുന്നത്. യുവാക്കളുമായി സൗഹൃദം സ്ഥാപിക്കലും പിന്നാലെ ISRO ഉദ്യോഗസ്ഥയെന്നും IAS വിദ്യാർത്ഥിനിയെന്നും പറഞ്ഞ് കബളിപ്പിച്ച് യുവാക്കളിൽ നിന്ന് പണം തട്ടിയെടുക്കലുമായിരുന്നു ശ്രുതിയുടെ രീതി. ഇനി ശ്രുതി തട്ടിയെടുത്ത പണം തിരികെ ചോദിക്കുകയോ ഇവരുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുകയോ ചെയ്താൽ സൂക്ഷിക്കണം. ഉടൻ നിങ്ങളെ തേടി പോലീസ് എത്തും, ജയിലിലുമാകും. കല്യാണകത്ത് കാണിച്ചിട്ട് എനിക്ക് ഈ കല്യാണത്തിൽ താല്പര്യമില്ല, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് പ്രപ്പോസ് ചെയ്യുന്നത് ഞാൻ. കൂടാതെ പല ആവശ്യങ്ങൾക്കായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവലും അവിടെ ബില്ല് പേയ്മെൻറ്റ് ഞാൻ ചെയ്യുകയും ഉണ്ടായത്. എനിക്ക് ചെക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു 80,000 ചെക്ക്, പിന്നെ ഒരു 3,14,000 ചെക്ക്, പിന്നെ ഒരു 4,50,000 ചെക്കാണ് തന്നിട്ടുണ്ടായത്. ഈ ചെക്കെല്ലാം ബൗൺസായി. വയസ്സ് 26 ആണെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും കാണിച്ച് പലരെയും സമീപിക്കും. ഇതിനായി വ്യാജരേഖകൾ വരെ ശ്രുതി തയ്യാറാക്കും. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരാണ് യുവതിയുടെ വലയിൽ കുടുങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ കുടുങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ പലരും തട്ടിപ്പ് മനസ്സിലാക്കിയിട്ടും മാനഹാനി ഭയന്ന് വിവരം മറച്ചുവെച്ചു. ഒരു പോലീസുകാരനെ ഭീഷണിപ്പെടുത്തി ശ്രുതി ചന്ദ്രശേഖർ തട്ടിയെടുത്തത് 16 ലക്ഷം രൂപയാണ്. അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത്. എന്നോട് എൻ്റെ മാല മണിച്ചിട്ട് പറഞ്ഞു 1 മണിക്കൂർ കൊണ്ട് ഞാൻ എടുത്തു തരും. അക്കൗണ്ട് ജോയിൻ്റ് അക്കൗണ്ടാണ് എൻ്റെതും അമ്മയുടേതും. ISRO ഞാൻ പണിയെടുക്കുന്നത്. 85,000 രൂപ ശമ്പളവും. മറ്റൊരു യുവാവ് നൽകിയ പരാതിയിൽ ശ്രുതിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതോടെ അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് ചില സംശയങ്ങൾ രൂപപ്പെട്ടു. പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറിയ ശ്രുതി വനിതാ SIക്കെതിരെ DYSPക്ക് പരാതി നൽകി. കൂടാതെ മേൽപ്പറമ്പ് സ്റ്റേഷനിലെ SIയുമായി വഴിവിട്ട ബന്ധമെന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചു. ഇയാളെയും കുടുക്കാൻ ശ്രമിച്ചു. കേസെടുത്തതിന് പിന്നാലെ യുവതി മുൻപ് നടത്തിയ തട്ടിപ്പുകളും പുറത്തു വന്നു. 2021 ജൂണിൽ കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷനിലെത്തിയ ശ്രുതി ഇൻകം ടാക്സ് സബ് ഇൻസ്പെക്ടർ എന്ന് സ്വയം പരിചയപ്പെടുത്തി. അതിന് വ്യാജമായി തയ്യാറാക്കിയ ഇൻകം ടാക്സ് ഓഫീസറുടെ തിരിച്ചറിയൽ രേഖയും പോലീസുകാരെ കാണിച്ചു. അയൽവാസിക്കെതിരെയുള്ള പരാതി വ്യാജമെന്ന് കണ്ടെത്തിയ GD ചാർജിലുണ്ടായിരുന്ന പോലീസുകാരന് കേസ് തനിക്ക് അനുകൂലമാക്കാൻ കൈക്കൂലി വാഗ്ദാനം ചെയ്തു. ഇതിന് വഴങ്ങാതിരുന്നതോടെ മേലുദ്യോഗസ്ഥരെ സ്വാധീനിച്ച് വ്യാജ പരാതി നൽകി സീനിയർ സിവിൽ പോലീസ് ഓഫീസറുടെ ശമ്പള വർധനമടക്കം യുവതി തടഞ്ഞുവെച്ചു. ആ കേസ് ഇപ്പോഴും നടക്കുകയാണ്. ഗൂഗിൾ പേ ഞാൻ ഗൂഗിൾ പേ ഇടാം. അത് നമ്മൾ രണ്ടാൾ മാത്രമേ അറിയത്തുള്ളൂ. നല്ല രീതിയിൽ കാണുമ്പോൾ ആൾക്കാർ നല്ല രീതിയിൽ സെറ്റിൽ നല്ല ആക്കിയാല് സാറിന് ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ഞാൻ ഇത് ഇടും. അത് കൈക്കൂലിയൊന്നും അല്ലാന്ന് നമ്മൾ രണ്ടാൾ അറിയത്തുള്ളൂ. അതൊന്നല്ല, നമ്മ എന്താ വെച്ചാൽ ഒരു ഹെൽപ്പ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അതെല്ലാ മേഖലയിലുള്ള കാര്യമാണ്. പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ ഒളിവിൽ പോയ ശ്രുതി ചന്ദ്രശേഖരനായി അന്വേഷണം തുടരുകയാണ്. പക്ഷേ ശ്രുതിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല കേസെന്നാണ് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇവർ തട്ടിയെടുത്ത പണം എവിടെ പോയെന്ന ചോദ്യം പ്രസക്തമാണ്. അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. നടക്കുന്ന വിവരങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. ഇതിന് ശ്രുതി ചന്ദ്രശേഖരൻ അല്ലാതെ മറ്റ് കണ്ണികളുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. അതിന് വേണ്ടത് ശ്രുതി ചന്ദ്രശേഖരൻ പിടിയിലാവുകയാണ്. അതിനായുള്ള നീക്കങ്ങൾ പോലീസ് ഊർജിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട്.